സംസ്ഥാനത്തെ UDF സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നതിന് പിന്നാലെയാണ് കോൺഗ്രസും UDFും നിർണായകമായ അധികാര വിഭജന ചർച്ചകളിലേക്ക് കടക്കുന്നത്. പുതിയ മന്ത്രിസഭയിൽ കോൺഗ്രസിന് 11 മന്ത്രിസ്ഥാനങ്ങളും സ്പീക്കർ പദവിയും ലഭിക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിൽ അതൃപ്തിയിലുള്ള മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള ഊർജിത ശ്രമങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. സുപ്രധാന വകുപ്പുകളിൽ ഒന്ന് നൽകി അദ്ദേഹത്തെ മന്ത്രിസഭയുടെ മുൻനിരയിൽ തന്നെ ഉൾപ്പെടുത്താനാണ് നിലവിലെ സമവായ നീക്കം. അതേസമയം മുഖ്യമന്ത്രി പദം നഷ്ടമായ KC വേണുഗോപാൽ പക്ഷം കൂടുതൽ മന്ത്രിമാരെ ഉൾപ്പെടുത്തി ഭരണതലത്തിൽ പിടിമുറുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. 5 MLA-മാർക്ക് ഒരു മന്ത്രി എന്ന ഫോർമുലയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കാൻ അടിയന്തരമായി കേരളത്തിലെത്തണമെന്ന് KC വേണുഗോപാലിനോട് നിയുക്ത മുഖ്യമന്ത്രി V.D. സതീശൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ഈ നിർണായക ചർച്ചകളിൽ പങ്കുചേരും. സഖ്യകക്ഷികളുടെ അവകാശവാദങ്ങൾ മുന്നണിയിലെ ഘടകകക്ഷികളും തങ്ങളുടെ ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. 5 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രധാന ആവശ്യം. കേരള കോൺഗ്രസ് 2 മന്ത്രി പദവികൾക്കായും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കേരള കോൺഗ്രസ് വിഭാഗത്തിലെ അനൂപ് ജേക്കബ്, CMPയിലെ CP ജോൺ എന്നിവരും പുതിയ മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. KM ഷാജി, PK ബഷീർ, N ഷംസുദ്ദീൻ എന്നിവരാണ് ലീഗിന്റെ സാധ്യതാ പട്ടികയിലുള്ള മറ്റ് പ്രമുഖർ. പാലക്കാട് ജില്ലയ്ക്ക് മതിയായ പ്രാതിനിധ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് N ഷംസുദ്ദീനെ സജീവമായി പരിഗണിക്കുന്നത്. അവകാശപ്പെടുന്ന 5ാമത്തെ മന്ത്രിസ്ഥാനം കൂടി ലഭിക്കുകയാണെങ്കിൽ കാസർഗോഡ് നിന്നുള്ള AKM അഷ്റഫിന് നറുക്കുവീണേക്കാം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് പാറയ്ക്കൽ അബ്ദുള്ള, റസാഖ് മാസ്റ്റർ എന്നിവരുടെ പേരുകളും പാർട്ടി വൃത്തങ്ങളിൽ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.